നമസ്കാരം. നമ്മളുടെ ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ്. അത് വളരെ വിപുലമായ തോതിലാണ്. കോടിക്കണക്കിന് ആളുകൾ വരുന്നുണ്ട്. 3-4 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അതിൻ്റെ ചടങ്ങിൽ അവിടെയുള്ള ലക്ഷങ്ങളെ അവരെ സാക്ഷി നിർത്തിക്കൊണ്ട് ട്രംപിൻ്റെ മരണത്തിന് ആഹ്വാനം ചെയ്യുകയുണ്ടായി. അവിടുത്തെ പ്രോഗ്രാം, അതിൻ്റെ അവതാരകൻ, അതെല്ലാവരും ഏറ്റുവിളിക്കുന്നതും നമ്മൾ കണ്ടതാണ്. ഇറാൻ്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾക്കിടയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ മരണത്തിന് ആഹ്വാനം ചെയ്ത് ഇറാനിയൻ അവതാരകൻ പരസ്യമായിട്ട് രംഗത്തെത്തിയത്. അത് ലോകം മുഴുവൻ കണ്ട കാര്യവുമാണ്. അമേരിക്ക ഇപ്പോൾ അവരുടെ 250-ാം സ്വാതന്ത്ര്യ വാർഷികം ആഘോഷിക്കുന്ന സമയമാണിത്. ആ സമയത്താണ് അമേരിക്കയ്ക്ക് കനത്ത സുരക്ഷാ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ഇറാനിൽ നിന്ന് ഇപ്രകാരമുള്ളൊരു ഭീഷണി ഉയർന്നിരിക്കുന്നത്. ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ ജൂലൈ 5-ന് ലക്ഷക്കണക്കിന് ജനങ്ങൾ പങ്കെടുക്കുന്ന ഔദ്യോഗിക വിലാപയാത്രയ്ക്കിടയിലാണ് ഈ സംഭവങ്ങളൊക്കെ അരങ്ങേറിയത്. ചടങ്ങിന് നേതൃത്വം നൽകിയ പ്രമുഖ ഇറാനിയൻ കവി, അതുപോലെ ആങ്കർ അവതാരകനുമായിട്ടുള്ള മുഹമ്മദ് റസൂലി, അദ്ദേഹമാണ് ഇത്രയും വലിയ ജനക്കൂട്ടത്തെ സാക്ഷി നിർത്തി ട്രംപിനെതിരെ വലിയ രൂപത്തിലുള്ള മുന്നറിയിപ്പോ അല്ലെങ്കിൽ ഭീഷണിയോ മുഴക്കിയത്. അദ്ദേഹം പറഞ്ഞത് അമേരിക്കയ്ക്ക് മരണം, ഇസ്രായേലിന് മരണം. ഇത് പരമ്പരാഗതമായിട്ട് അവിടെ പറഞ്ഞു വരുന്ന ഒരു വാക്യമാണത്. ആ മുദ്രാവാക്യങ്ങളാണ് വിളിച്ചത്. ജനങ്ങൾ ഏറ്റുചൊല്ലി, ജനങ്ങൾ വലുതായിട്ട് ഇതിൽ പ്രകോപിതരായി. ട്രംപിൻ്റെ പേരെടുത്ത് പറഞ്ഞ് പരാമർശിച്ചുകൊണ്ട് ലോകത്തിലെ ഏറ്റവും നീചനായിട്ടുള്ള മനുഷ്യൻ ഇപ്പോഴും ജീവനോടുകൂടിയിരിക്കുന്നു, എന്തുകൊണ്ട്? ആ ഒരു ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത്. വൻ ജനക്കൂട്ടമാണ് ഇതിനെ ആരവങ്ങളോടുകൂടിയിട്ട് പിന്തുണച്ചത്. ഈ സംഭവത്തിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ ഡൊണാൾഡ് ട്രംപ് ആയത്തുള്ള ഖമേനിയുടെ മരണം, ഒരു അന്ത്യയാത്ര, അതിനെ പരിഹസിച്ചുകൊണ്ട് ചില പ്രസ്താവനകൾ നടത്തിയുണ്ടായി. അതൊന്നും ഒരിക്കലും ഒരു വലിയ ആൾ എന്നുള്ള നിലയ്ക്ക്, ഇറാൻ അമേരിക്കൻ പ്രസിഡൻ്റാണല്ലോ, യോജിച്ച കാര്യമല്ല. എനിവേ, ആ പ്രസ്താവനകളാണ് ഇറാനെ വലിയ രൂപത്തിൽ ചൊടിപ്പിച്ചത്. ഈ ചടങ്ങ് നടക്കുന്ന സമയത്ത് അവിടെ സൗദി അറേബ്യയിൽ നിന്നുള്ള പ്രതിനിധി വരെ പോയിട്ടുണ്ട്. ഖത്തർ, സൗദി അറേബ്യ, അതുപോലെ UAE, അവിടെ നിന്നൊക്കെ, അവിടെ ബഹ്റൈനിൽ നിന്നൊക്കെ, അവരൊക്കെ ഒരുപാട് നീറ്റൽ അനുഭവിച്ചതാണ്. എന്നിട്ട് അവിടെ നിന്നും പ്രതിനിധികൾ പോയിട്ടുണ്ട്. അതൊരു മര്യാദയുടെ ഭാഗമാണ്. ഇന്ത്യയിൽ നിന്നും പോയിട്ടുണ്ട്. ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ശത്രുവാണ് എങ്കിൽ പോലും നമ്മുടെ വീടിൻ്റെ അടുത്ത് ശത്രുവായിട്ട് അവിടെ ഒരാൾ മരിച്ചാൽ നമ്മൾ പോകും. അവിടെ പോയിട്ട് അവിടെ അത് മൃതശരീരം കാണുക, അതൊരു മര്യാദയാണത്, മാനുഷികമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ട്രംപ് ആ സമയത്ത് പറഞ്ഞത്, ഞങ്ങൾക്ക് ഒരൊറ്റ ആക്ഷനെ കൊണ്ട് അവിടെയുള്ള എല്ലാവരെയും നിരപ്പാക്കാൻ കഴിയുമെന്നാണ് പറഞ്ഞത്. ഏതായാലും ഞങ്ങൾ നല്ലവരായതുകൊണ്ട്, അമേരിക്കക്കാർ നല്ലവരായതുകൊണ്ട് അവർക്ക് ഒരാഴ്ചത്തെ സമയം നൽകി. അതൊക്കെ ഒരു വലിയ രൂപത്തിലുള്ള അധിക്ഷേപമാണ്.
അപഹസിക്കുകയാണ് ചെയ്യുന്നത്. അതിന് പകരമായിട്ടാണ് ഇറാൻ ഇപ്പോൾ ഈ വധഭീഷണിയെ ഒരു ആയുധമാക്കി മാറ്റിയിട്ടുള്ളത്. അമേരിക്കയിലെ വാഷിങ്ടൺ DC-യിലെ നാഷണൽ മാളിൽ ജൂലൈ 4 അമേരിക്കൻ പ്രസിഡൻറ്റ് ട്രംപ് ജനങ്ങളെ അഭിസംബോധന ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ഇറാൻ്റെ ഈ ഒരു ഔദ്യോഗിക പ്രതികരണം ഉണ്ടായത്. അത് ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ശത്രുതയുടെ ഒത്തുതീർപ്പപ്പുറത്ത് നടക്കുന്നുണ്ട്. അതോടൊപ്പം ശത്രുതയായിട്ടും അതിന് പേരുള്ള യുദ്ധമായിട്ടും ഇടവിട്ട് അതും നടക്കുന്നുണ്ട്. റോയിട്ടേഴ്സ് വാർത്താ വിതരണക്കാർ പുറത്തുവിട്ട ഡ്രോൺ ദൃശ്യങ്ങൾ പ്രകാരം ഇറാനിലെ പ്രധാന തെരുവുകളെല്ലാം ഖമേനിയുടെ അനുയായികളെ കൊണ്ട് പൂർണ്ണമായിട്ടും നിറഞ്ഞിരിക്കുകയാണ്. നമ്മളും അത് കാണുന്നുണ്ട്. കറുത്ത വസ്ത്രം ധരിച്ചെത്തിയ ലക്ഷക്കണക്കിന് ആളുകൾ അവർ മുമ്പിൽ വെച്ച് ഉയർന്ന ഈ വധഭീഷണി കേവലം ഒരു പ്രസ്താവനയായിട്ട് ഏതൊരു അവതാരകൻ താൽക്കാലികമായിട്ട് ജനങ്ങളെ ഒന്ന് ഉത്തേജിപ്പിക്കാൻ വേണ്ടി മാത്രമായിട്ട് പറഞ്ഞതാണെന്ന് കരുതി അതിനെ വെറും വിലയ്ക്ക് തള്ളിക്കളയാൻ ഏതൊരു അമേരിക്കയ്ക്ക് കഴിയില്ല. ഇറാൻ മുമ്പും ട്രംപിനെതിരെ ഔദ്യോഗികമായിട്ട് ഇതേപോലുള്ള ഭീഷണി നോട്ടീസുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ പുതിയ നീക്കം പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ അമേരിക്കയെ നിർബന്ധിതരാക്കും ഉറപ്പാണല്ലോ. ആയത്തുൽ അലി ഖമേനിയുടെ വിയോഗത്തോടെ ഇറാനിൽ പുതിയൊരു ഭരണ നേതൃത്വം അധികാരമേൽക്കാനിരിക്കെ പരമോന്നത നേതാവിൻ്റെ കീഴിൽ അമേരിക്കയോടുള്ള നയം കൂടുതൽ കർക്കശമാകാനാണ് സാധ്യത എന്നാണ് ഇപ്പോൾ ഈ ചടങ്ങിൽ വെച്ച് കണ്ട കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഇവരുടെ രണ്ടുപേരുടെയും അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെയും ഇവിടെ ഈ അവതാരകൻ്റെയും റസൂലി അദ്ദേഹത്തിൻ്റെയും ഭാഷ്യങ്ങൾ അതിലൂടെ നമുക്ക് ഇടയിൽ വായിച്ചറിയാൻ ചില കാര്യങ്ങളുണ്ട്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാനെ പരിപൂർണമായിട്ട് യുദ്ധത്തിൻ്റെ രീതി അതാണല്ലോ, എതിരാളികളെ നശിപ്പിക്കുക, അനിഹിലേഷൻ പ്രോഗ്രാം. അതല്ല ട്രംപ് ഉദ്ദേശിക്കുന്നത്. തങ്ങളുടെ വരുതിയിൽ കൊണ്ടുവരിക, അതാണ് ഉദ്ദേശിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ അവിടെയുള്ള എണ്ണ റിസർവോയറുകൾ അതിനെ വലിയ തോതിൽ നശിപ്പിക്കാൻ ട്രംപ് ഇപ്പോഴും തയ്യാറായിട്ടില്ല. ചെറിയ തോതിൽ തയ്യാറായിട്ടുണ്ട്. അത് യുദ്ധത്തിൻ്റെ ഭാഗം. കാരണം അദ്ദേഹത്തിന് ഇറാൻ്റെ നിയന്ത്രണം 50-50, പകുതി ഇറാനും പകുതി അദ്ദേഹത്തിനും. ഇതാണ് അമേരിക്കൻ നയം. ആയതുകൊണ്ട് തന്നെ ഒരു നമ്മൾ എലിയെ പിടിച്ച് പൂച്ച അമ്മ അതിൻ്റെ കുട്ടികൾക്ക് ഇട്ട് കൊടുക്കും. ആ കുട്ടികൾ അതിൻ്റെ പാല് പിടിച്ച് തലമ പിടിച്ച് അതിനെ അത് ഓടിപ്പോകും, പിടിച്ച് കൊണ്ടുവരും. ഈ രീതിയിൽ ഇര പിടിച്ച് പരിശീലിക്കുന്ന കൊച്ചു പൂച്ചക്കുട്ടികളുടെ പോലെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇടവിട്ട് യുദ്ധം, അതിലെല്ലാ അർത്ഥത്തിലും എല്ലാ കെടുതികളും സംഭവിക്കുന്നത് ഇറാനാണ്. അതോടൊപ്പം തന്നെ GCC കൺട്രികൾക്കാണ് അതിൻ്റെ കെടുതികൾ സംഭവിക്കുന്നത്. ഇത് കണ്ട് ട്രംപ് ചിരിക്കുകയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം യുദ്ധമില്ലാത്തൊരു സാഹചര്യം അത് അദ്ദേഹത്തിന് വലിയ താല്പര്യമുള്ള വിഷയമാണെന്ന് തോന്നുന്നില്ല. ഒരു വലിയ യുദ്ധം നടത്തി കാര്യങ്ങൾ സോൾവ് ചെയ്യുക, ഇറാനെ പരാജയപ്പെടുത്തുക, അത് ട്രംപിന് ഇഷ്ടമല്ല. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ വലിയ രൂപത്തിൽ അദ്ദേഹം കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ ചെറിയ ചെറിയ സമ്മർദ്ദങ്ങളെ കൊടുത്തുകൊണ്ട്. ഇപ്പോൾ ട്രംപിൻ്റെ ഇടവിട്ടുള്ള പിന്മാറ്റത്തെ നമുക്ക് കാണാൻ കഴിയുന്നത് പഠിക്കുന്ന കുട്ടികൾ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി പഠിപ്പ്, അത് അവർക്കൊരു യുദ്ധമാണ്. അത് കഴിഞ്ഞാൽ ശനി ഞായർ ഒഴിവ്, വീണ്ടും അവരുടെ സ്കൂൾ യുദ്ധം. അങ്ങനെ അവർക്കൊരു ഇടവേള കൊടുക്കുന്ന പോലെയാണ് ഇവിടെയും ചെയ്യുന്നത്. തിങ്കൾ മുതൽ വെള്ളി വരെ ക്ലാസ്, അത് കഴിഞ്ഞാൽ 2 ദിവസം മുടക്ക്, വീണ്ടും ക്ലാസ്, വീണ്ടും മുടക്ക്. ഈ രീതിയിലാണ് യുദ്ധം മുന്നോട്ട് പോകുന്നത്.
ഒത്തുതീർപ്പ്, യുദ്ധം കഴിഞ്ഞ് ഒത്തുതീർപ്പ്, അത് കഴിഞ്ഞാൽ യുദ്ധം, വീണ്ടും ഒത്തുതീർപ്പ്, ഈ രീതിയിൽ. ഇടവേള എപ്പോൾ വേണം, ഒത്തുതീർപ്പ് എപ്പോൾ വേണം, യുദ്ധം എപ്പോൾ വേണം, ഇതൊക്കെ തീരുമാനിക്കുന്ന ട്രംപാണ്. 2-3 വട്ടം പറഞ്ഞു 48 മണിക്കൂറിനകത്ത് ഇറാൻ ഭസ്മമായിത്തീരുന്നു. ആ 48 മണിക്കൂർ അടുക്കാൻ 2 മണി സമയമുള്ള സമയത്ത് ആൾ പറയും ഞാൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറിയെന്ന്. വലിയ രൂപത്തിലുള്ള സമ്മർദ്ദം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതൊരു തന്ത്രമാണെന്ന് തോന്നുന്നു. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പിന്മാറ്റം, വെടിനിർത്തൽ, ഇതെല്ലാം വരുമ്പോൾ ലോകം വിചാരിക്കും ഇറാൻ്റെ സമ്മർദ്ദത്തിന് മേലെ ട്രംപ് പതുക്കെ പിന്മാറുകയാണെന്ന്. ഈ യുദ്ധത്തിൽ നിന്ന് എങ്ങനെ പിന്മാറണമെന്നറിയാതെ ഉഴലുകയാണ് ട്രംപ് എന്ന് വരെ കരുതും, ആളുകൾ കരുതിയിട്ടുണ്ട്. ആദ്യമൊക്കെ ട്രംപ് പിന്മാറുമ്പോൾ അങ്ങനെയാണ് ലോകം ധരിച്ചത്. പിന്നാലെയാണ് ഈ പിന്മാറ്റം ഒരു തന്ത്രമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ ട്രംപിനോ അമേരിക്കയ്ക്കോ ഒന്നും നഷ്ടപ്പെടാനില്ല. കാരണം യുദ്ധഭൂമി പശ്ചിമേഷ്യയാണ്. ഒരിക്കലും പശ്ചിമേഷ്യയെ, ഈ ഗോളത്തിൻ്റെ ഇപ്പുറത്ത് കിടക്കുന്ന പശ്ചിമേഷ്യ, തൊട്ടപ്പുറത്ത് കിടക്കുന്ന, മറുവശത്ത് കിടക്കുന്ന അമേരിക്കയിൽ പോയിട്ടൊരു പടകം പൊട്ടിക്കാൻ പോലും അവർക്ക് സാധിക്കില്ല, ഇറാൻ സാധിക്കില്ല. ഒരിക്കൽ അങ്ങനെ ഒന്നുണ്ടായതാണ് WTCC, വേൾഡ് ട്രേഡ് സെൻറ്റർ. അതിനുശേഷം ഇന്നേ വരെ അവിടെ ഒരു പടകം പോലും പൊട്ടിക്കാൻ തീവ്രവാദികൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള സത്യമാണ്. അത്രയും ഹൈലി ടൈറ്റായിട്ടുള്ള ഒരു സെക്യൂരിറ്റിയാണ് ഇപ്പോൾ അവിടെ നടമാടുന്നത്. ഏതായാലും ഇപ്പോഴുള്ള ഇടവിട്ടുള്ള ഈ നാണക്കേട്, ഇടവിട്ടുള്ള ഈ യുദ്ധം, അത് വരുത്തുന്ന സാമ്പത്തിക ക്രമക്കേടുകൾ, അതുപോലെ രാജ്യത്തിന് വരുന്ന ഒരുപാട് കെടുതികൾ, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ തോന്നുന്നത് പരിപൂർണമായിട്ടൊരു കീഴടങ്ങൽ അതാണ് നല്ലതെന്ന് തോന്നുന്നത് ഇപ്പോഴത്തെ പോക്ക് കാണുമ്പോൾ. അങ്ങനെ ഒരു ഒത്തുതീർപ്പ് ഉണ്ടായില്ലെങ്കിൽ പൂച്ചയുടെയും എലിയുടെയും കാര്യം പറഞ്ഞ പോലെ അതിൻ്റെ പീക്ക് സ്റ്റേജിൽ ഫൈനലായിട്ട് എന്ത് സംഭവിക്കുന്നു? ഒരുപാട് മുറിവുകളേറ്റ്, ചതവുകളേറ്റ് അവസാനം എലി പൂച്ചയുടെ വായിലേക്ക് പോകുന്നു. ദാറ്റ് മീൻസ് ഇഞ്ചിഞ്ചായിട്ട് പൂച്ചയെ കൊല്ലുന്നു. ഇപ്പോൾ ഇവിടെ ഇറാൻ്റെ ഒരു അവസ്ഥയും അതാണ്. ഇഞ്ചിഞ്ചായിട്ട് അവർ ഒടുങ്ങുകയാണെന്ന് വേണം സംശയിക്കാൻ. ട്രംപിൻ്റെ മരണം, അമേരിക്കയ്ക്ക് മരണം എന്നിത്യാദി വെല്ലുവിളികളും ആഘോഷങ്ങളും എല്ലാം അവരുടെ തൊണ്ടയിൽ വെച്ച് തന്നെ അവസാനിക്കും. അതിനൊരു പ്രാവർത്തികത ഉണ്ടാവാനുള്ള സാധ്യതയില്ല. അക്കാര്യം അമേരിക്കയ്ക്ക് നന്നായിട്ട് അറിയാം. ഒരു യുദ്ധം നടത്തിയിട്ട് ഇറാനെ നശിപ്പിക്കുക എന്നുള്ളത് അമേരിക്കയുടെ ലക്ഷ്യമേയല്ല. എണ്ണയാൽ സമ്പന്നമായിരിക്കുന്ന, എണ്ണ സമ്പത്തുള്ള ഇറാനെ തങ്ങളുടെ വരുതിയിൽ നിർത്തുക, അത്രമാത്രമാണ് അമേരിക്കയ്ക്ക് ലക്ഷ്യമായിട്ടുള്ളൂ. എണ്ണ സമ്പത്തിൻ്റെ മേൽ ഒരു അധീശത്വം എടുക്കണം, അത്രമാത്രം. ഇവിടെ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും വെനസ്വേലയിൽ നടന്ന സംഭവം. മഡൂറോനെ അവിടെ പോയിട്ട് അദ്ദേഹത്തെ മാത്രം പിടിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ ജയിലിലിട്ടിരിക്കുകയാണ്. ജീവനോടുകൂടി ഉണ്ടോ എന്നൊന്നും അറിയില്ല. അതോടുകൂടി ആ രാജ്യം അമേരിക്കയുടെ ഒരു സംസ്ഥാനത്തിൻ്റെ അവസ്ഥ, ആ ഒരു സ്റ്റാറ്റസാണ് ഇപ്പോൾ വെനസ്വേലയ്ക്കുള്ളത്. അവിടെയുള്ള ലോകത്തിലെ ഏറ്റവും കൂടുതൽ പെട്രോളിയം മറ്റും ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് വെനസ്വേല. അതിൻ്റെ നിയന്ത്രണം, അതിൻ്റെ എല്ലാ വിധത്തിലുള്ള നിയന്ത്രണവും ഇപ്പോൾ ട്രംപിൻ്റെ കയ്യിലാണ്, അമേരിക്കയുടെ കയ്യിലാണ്. അതിനുവേണ്ടി എന്താ ചെയ്തത്? ആ രാജ്യത്തെ നശിപ്പിച്ചിട്ടില്ല, ആ രാജ്യത്തെ ആളുകളെ നശിപ്പിച്ചിട്ടില്ല, മഡൂറോനെ മാത്രം പിടിച്ചു കെട്ടിക്കൊണ്ടുവന്നു. ഇതേ ഒരവസ്ഥ ഇവിടെയുള്ള ഭരണം മാറണം. ആ ഭരണത്തിൽ തങ്ങൾക്ക് ഒരു കൈയുണ്ടാകണം. ഇറാൻ്റെ ഇനി വരുന്ന നിയന്ത്രണം അതിൽ ഞങ്ങൾക്ക് കൂടി അതിൽ കൈ കടത്താൻ സാധിക്കണം. അവിടുത്തെ വിപുലമായിട്ടുള്ള എണ്ണ സമ്പത്ത്, അതാണ് വാസ്തവത്തിൽ അമേരിക്കയുടെ ലക്ഷ്യം. ആയതുകൊണ്ട് തന്നെ വെനസ്വേലയിൽ ചെയ്ത പോലെ മഡൂറോനെ കീഴ്പ്പെടുത്തി ആ രാജ്യത്ത് അമേരിക്കയുടെ സംസ്ഥാനമാക്കി മാറ്റിയ പോലെ ഇറാനിലെ ഇപ്പോഴുള്ള ഭരണാധികാരികളെ മാറ്റി അമേരിക്കയ്ക്ക് ഇഷ്ടമുള്ള ഭരണാധികാരികളെ കൊണ്ട് അപ്പോയിൻറ്റ് ചെയ്ത് അമേരിക്കയുടെ താളത്തിനനുസരിച്ച് തുള്ളുന്ന ഒരു ഭരണകൂടത്തെ അവിടെ ഉണ്ടാക്കുക.
ബാക്കിയെല്ലാം അമേരിക്ക നോക്കിക്കൊള്ളും, വെനസ്വേലയിൽ നോക്കുന്ന പോലെ. എത്ര എണ്ണ എടുക്കണം, എത്ര വിലയ്ക്ക് വിൽക്കണം, അതിൽ അമേരിക്കയ്ക്ക് എത്ര കൊടുക്കണം എന്നിത്യാദി കാര്യങ്ങൾ മുഴുവൻ തീരുമാനിക്കുക പിന്നെ അമേരിക്കയായിരിക്കും. എവിടെ ചെന്നെത്തുന്നറിയില്ല. ഇപ്പോൾ ഇതിൽ ഒരു സുഖകരമല്ലാത്ത ഒരു ന്യൂസ് ഞാൻ കണ്ടത്, അമേരിക്കയ്ക്ക് മരണം, ട്രംപിന് മരണം എന്ന് ആക്രോശിക്കുന്നു, എല്ലാവരും കൂടി ഏറ്റുചൊല്ലുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ശവസംസ്കാര ചടങ്ങ് നടത്തി കഴിഞ്ഞാൽ പിന്നെ ഒത്തുതീർപ്പ്, അതിനുള്ള സമയം ഫിക്സ് ചെയ്തു. അത് പാകിസ്ഥാനിൽ വെച്ചിട്ടാണ്. അതിൻ്റെ ഒരുക്കങ്ങൾ അവിടെ തുടങ്ങി. അപ്പോൾ ഇതെന്ത് ഒരു തരം വൾഗർ രാഷ്ട്രീയം എന്ന് പറയാം. യുദ്ധം, ഒത്തുതീർപ്പ്, യുദ്ധം, ഒത്തുതീർപ്പ്, യുദ്ധം, ഒത്തുതീർപ്പ്. അവിടെ എന്താ സംഭവിക്കുന്നത്? ഇറാൻ ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ അവഹേളിതരായിട്ട് തീരുകയാണ്. ട്രംപിന് ഇഷ്ടമുള്ള സമയത്ത് യുദ്ധം, ട്രംപിന് ഇഷ്ടമുള്ള സമയത്ത് ഒത്തുതീർപ്പ് നടക്കുമ്പോൾ യുദ്ധം, അതും ഉണ്ടായിട്ടുണ്ട്. എവിടെ ചെന്ന് എത്തി നിൽക്കുമെന്ന് അറിയില്ല.